നമസ്കാരം, ഞാൻ ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്തെന്ന് കനേഡിയൻ മാധ്യമങ്ങൾ. അറസ്റ്റിലായവർ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസുകളിൽ നിന്ന് ഗീസ് പീറ്റർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗീസ്, എന്തൊക്കെയാണ് കനേഡിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ഉന്മേഷ്, ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് നിജ്ജറിന്റെ ഈ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കനേഡിയൻ മാധ്യമങ്ങൾ CBC ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതായത് കൊലയാളി സംഘങ്ങൾ പിടിയിലായി, കനേഡിയൻ പോലീസിന്റെ പിടിയിലായി എന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് CBC അറിയിക്കുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. CBCയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ കൊലയാളി സംഘങ്ങൾ കുറച്ചു കാലമായി നിരീക്ഷണത്തിലാണ് എന്നും ഇവരെ പിടിക്കുവാനുള്ള അല്ലെങ്കിൽ ഇവർ തങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് ആണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പോലീസ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത് തന്നെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ പോലും ഈ പ്രതിഷേധങ്ങൾ വഷളാകുന്ന, അല്ലെങ്കിൽ കൊലപാതകം നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സംഭവമായി മാറുമ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ജൂൺ 18 നിജ്ജർ കൊലപ്പെടുന്നത്. ഇപ്പോൾ മെയ് 3 കടക്കുമ്പോൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ ഒരു വാർത്ത തന്നെ വരുന്നു, അല്ലെങ്കിൽ ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം ഒരു മാസം മുമ്പ് CBC തന്നെ പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് ഈ സംഘങ്ങളെ തിരിച്ചറിഞ്ഞത്. കാരണം ഒരു മാസം മുമ്പ് മാർച്ചിലാണ് CBC ഈ കൊലയാളികളുടെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ നിജ്ജറിനെ കൊലയാളി സംഘം വെടി ഉതിർത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു പോലീസ്. ഇതിനുശേഷം ഈ കൊലയാളി സംഘങ്ങൾ നിരീക്ഷണത്തിലാവുകയും ഇവരെ പിന്തുടരുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും മാധ്യമങ്ങളെ കാണുവാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ഗീസ് പീറ്ററാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. UAE-യിലെ അസ്ഥിര കാലാവസ്ഥ പൂർണ്ണമായി നീങ്ങിയെന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്നലെ വൈകിട്ടോടെ രാജ്യത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും മഴയ്ക്ക് ശമനമുണ്ടായി. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അബുദാബിയിലെ അൽ ദഫ്ര മേഖലയിൽ മഴ ലഭിച്ചിരുന്നു. സൗദി നാഷണൽ വിഖായ ഹജ്ജ് വളണ്ടിയർ രജിസ്ട്രേഷൻ ലിങ്ക് ലോഞ്ചിംഗ് മക്കയിൽ നടന്നു. പ്രസിഡന്റ് സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അൽ ഹൈദ്രോസി ഉദ്ഘാടനം ചെയ്തു. മക്ക സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഉസ്മാൻ ദാരിമി കരുളായി അധ്യക്ഷനായി. നാഷണൽ സെക്രട്ടറി ഫരീദ് ഐകരപ്പടി, സയ്യിദ് മാനു തങ്ങൾ, സിദ്ദീഖ് തങ്ങൾ പാണക്കാട്, സൽദാൻ ദാരിമി, സിറാജ് പേരാമ്പ്ര തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ഹാജിമാർ എത്തുന്നത് മുതൽ മക്ക, മദീന, ജിദ്ദ തുടങ്ങിയ സെൻട്രൽ കമ്മിറ്റികളിലെ വിഖായ വോളണ്ടിയർമാരുടെ സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫാമിലി എക്സിബിഷൻ ആരംഭിച്ചു. കുടുംബങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും നിലനിൽപ്പും വിശ്വാസ്യതയും പരിശോധിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. എക്സിബിഷൻ നാളെ സമാപിക്കും. ഉത്തമ കുടുംബം എന്നർത്ഥം വരുന്ന ഉസ്രത്തുൻ ഹസന എന്ന പേരിലാണ് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഇന്റർനാഷണൽ ഫാമിലി എക്സിബിഷൻ നടത്തുന്നത്. സമകാലിക സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ കുടുംബ ബന്ധങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും ആശങ്കകളും സന്ദർശകരുമായി എക്സിബിഷൻ പങ്കുവെക്കുന്നു. കൂടാതെ സ്നേഹബന്ധങ്ങൾ നിലനിർത്താനുള്ള വഴികൾ മാനുഷിക മൂല്യങ്ങളുടെയും മതത്തിന്റെയും കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. കുട്ടികളെ ഉപയോഗിച്ച് കുടുംബ ബന്ധങ്ങൾക്ക് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ അതേ വഴിയിലൂടെ തന്നെ പ്രതിരോധിക്കുക എന്നത് എക്സിബിഷന്റെ ലക്ഷ്യമാണെന്ന് MM അക്ബർ, മുഹമ്മദ് അമീർ എന്നിവർ പറഞ്ഞു. കുട്ടികൾക്ക് കുടുംബത്തിന്റെ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കുടുംബത്തിന്റെ യഥാർത്ഥത്തിലുള്ള തണൽ കിട്ടണം. അതോടൊപ്പം തന്നെ കുട്ടികളെ കുടുംബത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ട് സ്വതന്ത്ര രതിയുടെ, സ്വതന്ത്ര ലൈംഗികതയുടെ എല്ലാം ആളുകളാക്കി തീർത്ത് അപകടകരമായ സാമൂഹ്യാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, പുതിയ തലമുറയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രതിരോധിക്കണം. ഈ 2 ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഇത്തരം എക്സിബിഷനുകളുടെ, ഇത്തരം ബോധവൽക്കരണ പരിപാടികളുടെ എല്ലാം പിന്നിലുള്ളത്. ഈ ഒരു എക്സ്പോ കണ്ടിറങ്ങുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അവരടുക്കാനും ഉള്ള ഒരു പ്രചോദനം ഇതിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാല്യം, കൗമാരം, യുവത്വം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളെ ചേർത്തുപിടിക്കാനും മാതൃത്വം, പിതൃത്വം, വൈവാഹിക ജീവിതം എന്നിവയെ വിജയകരമായി നേരിടാനും എക്സിബിഷൻ പ്രേരിപ്പിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ട കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴികളും ബോധവൽക്കരണ ക്ലാസ്സിലൂടെ സന്ദർശകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ജിദ്ദയിൽ മദീന റോഡിലെ മസ്ജിദ് മലിക് സൗദിന് സമീപത്തുള്ള ഇസ്ലാഹി സെന്ററിലാണ് എക്സിബിഷൻ നടക്കുന്നത്.
വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെയാണ് പ്രദർശനം. യാസർ അറഫാത്ത്, അബ്ബാസ് ചമ്പൻ, ഷിഹാബ് സലഫി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. അബുദാബിയിൽ കാണാതായ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാവക്കാട് ഉരുമനൂർ സ്വദേശി ഷെമിലാണ് മരിച്ചത്. 1 മാസമായി ഷെമിലിനെ കാണാനില്ലായിരുന്നു. തുടർന്ന് പിതാവും സുഹൃത്തുക്കളും അബുദാബി പോലീസിൽ പരാതി നൽകി. അബുദാബി പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് ഷെമിലിന്റെ താമസ സ്ഥലത്തിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. മാധ്യമ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് എന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ VM ഇബ്രാഹിം ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് സാദിഖ് അലി തൂവൂർ അധ്യക്ഷത വഹിച്ചു. PM മായൻകുട്ടി, ജലീൽ കണ്ണമംഗലം, കബീർ കൊണ്ടോട്ടി, ഗഫൂർ കൊണ്ടോട്ടി, MM സജിദ്, ഇബ്രാഹിം ഷംനാട് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി സുൽഫിക്കർ ഒത്തായി സ്വാഗതവും ട്രഷറർ സാബിദ് സലീം നന്ദിയും പറഞ്ഞു. 24 USA സീ ടു സ്കൈ ഇനിഷ്യേറ്റീവ് സംഘടിപ്പിച്ച എർത്ത് ഡേ ആഘോഷം ശ്രദ്ധേയമായി. സന്നദ്ധ സംഘടനയായ ഗ്രീൻ കൊളംബസുമായി ചേർന്ന് 12 വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം കൊളംബസ് നഗരത്തിലെ വെസ്റ്റ് ഗേറ്റ് പാർക്കിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. റീജിയണൽ കോർഡിനേറ്റർ ഗിരീഷ് ശശാങ്ക ശേഖർ നേതൃത്വം നൽകി. ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 17-ന് അന്താരാഷ്ട്ര വടംവലി മത്സരം സംഘടിപ്പിക്കും. അമേരിക്കയിലെ വിവിധ ടീമുകളെ കൂടാതെ ഇറ്റലി, ബ്രിട്ടൻ, കുവൈറ്റ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സോഷ്യൽ ക്ലബ് ഭാരവാഹികളായ റോയ് മറ്റപ്പള്ളി, ജിമ്മി പുഴുക്കുന്നേൽ, സാജൻ കുഴിപ്പറമ്പിൽ, പോൾ കറകപ്പള്ളിൽ, സിജു ചിരുവൻകാലായിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. കൊടും ക്രൂരതയിൽ നടുങ്ങി നാട്. കൊച്ചിയിൽ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം റോഡിലേക്ക് എറിയുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലപ്പെടും മുൻപ് കുട്ടിയുടെ ശരീരത്തിൽ ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊലപാതക കേസിൽ കുട്ടിയുടെ മാതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവ് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പനമ്പള്ളി നഗറിൽ നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ കേസിലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് പാഴ്സൽ കവറിലാക്കി ഫ്ളാറ്റിൽ നിന്ന് പുറത്തെറിഞ്ഞതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി കൊല്ലപ്പെടും മുൻപ് തന്നെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. തലയോട്ടിക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കേസിൽ കുട്ടിയുടെ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന യുവതിയെ ഡിസ്ചാർജ് ചെയ്ത ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിന് പോലീസ് മുതിരുക. താൻ പീഡനത്തിന് ഇരയായതായും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് തന്നെ നിർബന്ധിച്ച് ലൈംഗിക പീഡനം നടത്തിയതെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആരോപണ വിധേയനായ യുവാവിനെ പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ അറസ്റ്റിലായ യുവതിയുടെ മാതാപിതാക്കൾക്ക് പങ്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 കൊച്ചി. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. താൻ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴി. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകാനാണ് യദുവിന്റെ നീക്കം. മേയർ നേരിട്ടതിന് സമാനമായ അനുഭവം യദുവിൽ നിന്ന് തനിക്കുമുണ്ടായെന്ന് നടി റോഷ്നി ആൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. റോഷ്നിയുടെ ആരോപണങ്ങൾ തള്ളി യദു രംഗത്തെത്തി. KSRTC ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന് തനിക്കറിയില്ലെന്നാണ് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴി. താൻ പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. ബഹളമുണ്ടായപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്നും കണ്ടക്ടറിന്റെ മൊഴിയിൽ പറയുന്നു. മേയർക്കുണ്ടായതിന് സമാനമായ അനുഭവം തനിക്കുമുണ്ടായെന്ന നടി റോഷ്ന ആൻഡ്രോയ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. KSRTC ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം, അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം. എന്നാൽ നടിയുടെ ആരോപണങ്ങൾ യദു നിഷേധിച്ചു. ഒന്നാമത് എൻ്റെ ഓർമ്മയിലില്ല ഈ ഒരു പ്രശ്നം. എനിക്ക് അറിയത്തില്ല. അവർ ഇനിയിപ്പോൾ ഓരോ കേസുകൾ ഇനിയിപ്പോൾ ഓരോ കേസുകൾ വരെയില്ലേ. അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഇത്രയും ദിവസം. അന്ന് കേസ് കൊടുത്ത 30-ാം തീയതി അല്ലേ, 30-ാം തീയതി ആയി, ഇന്ന് 3 ആയി.
അപ്പോൾ ഈ കേസ് ഒപ്പിടണമെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഈ ഒരു അലിഗേഷൻ വരുന്നത്. കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും യദു പറഞ്ഞു. ആ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ ആ കണ്ടക്ടർ എൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഒറ്റ സീറ്റിലാണ് ഇരുന്നത്. അങ്ങേര് കണ്ടില്ലെന്ന് പറയുന്നത് കറക്റ്റാണ്, പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നതും കറക്റ്റാണ്. പക്ഷേ ഇരുന്നത് ബാക്കിലല്ല, ഫ്രണ്ടിലാണ് ഇരുന്നത്. മറ്റേ MLA വന്നപ്പോൾ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. സഖാവേ ഇരിക്കൂ എന്ന് പറഞ്ഞാണ് എണീറ്റ് കൊടുക്കുന്നത്. അത് ഞാൻ കേട്ട കാര്യമാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, തെളിവുകൾ അട്ടിമറിച്ചു, അതിക്രമിച്ച് ബസ്സിൽ കയറി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജി നൽകാനാണ് യദുവിന്റെ തീരുമാനം. കോടതി മേൽനോട്ടത്തിലോ കോടതി നിർദ്ദേശപ്രകാരമോ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സൈബർ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന സച്ചിൻ ദേവ് MLAയും വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുമായി ഗതാഗത വകുപ്പ്. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസം സാവകാശം നൽകും. ഇളവുകൾ സംബന്ധിച്ച ഗതാഗത മന്ത്രിയുടെ ഉത്തരവ് ഉടൻ ഇറങ്ങും. പുതിയ പരിഷ്കാരങ്ങളിൽ ഇളവില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിലപാട്. പ്രതിഷേധങ്ങൾക്ക് മുന്നിലും മന്ത്രി വഴങ്ങിയില്ല. ഗതാഗത പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയ സർക്കുലർ മരവിപ്പിക്കണമെന്ന ഹർജി ഹൈക്കോടതിയും തള്ളി. പുതിയ നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകാമെന്ന കോടതിയുടെ നിർദ്ദേശവും വകുപ്പിന് ബലമായി. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് മുന്നിൽ ഗതാഗത വകുപ്പിനും മന്ത്രിക്കും വഴങ്ങേണ്ടി വന്നു. വ്യാപക പ്രതിഷേധങ്ങൾക്കിടെ മന്ത്രി അയഞ്ഞു. പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം 40 ഉയർത്തും. ഇതിൽ 25 എണ്ണം പുതിയതായി വരുന്നവർക്ക് നൽകും. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റണമെന്ന പരിഷ്കാരത്തോടായിരുന്നു സംഘടനകൾ ഏറ്റവും അധികം എതിർത്തത്. വകുപ്പിന്റെ പുതിയ തീരുമാനത്തിൽ പഴയ വാഹനങ്ങൾ മാറ്റാൻ 6 മാസത്തെ സാവകാശം നൽകും. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നെ എച്ച് ടെസ്റ്റ്. ഇളവ് വരുത്തിയെങ്കിലും പഴയ നിർദ്ദേശങ്ങളിൽ നിന്ന് വലിയ മാറ്റം വരുത്തിയിട്ടുമില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഗ്രൗണ്ട് സജ്ജമാക്കാനും വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാനും 3 മാസം സമയം അനുവദിച്ചു. ഇളവ് സംബന്ധിച്ച സർക്കുലർ നാളെ പുറത്തിറങ്ങും. നിർദ്ദേശങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് തുടരുകയാണ്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രികാല താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് 497 പശുക്കൾ ചത്തു. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു. കഴിഞ്ഞ 12 ദിവസത്തിൽ 10 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് പാലക്കാട് രേഖപ്പെടുത്തിയത്. പാലക്കാട് ഇന്നലെ സാധാരണയേക്കാൾ 4.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ സാധാരണയേക്കാൾ 4.6 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. പുനലൂർ, കണ്ണൂർ എയർപോർട്ട്, തൃശൂർ വെള്ളാനിക്കര, കോട്ടയം എന്നിവിടങ്ങളിലും 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രികാല താപനില മുന്നറിയിപ്പും തുടരും. അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ സൂര്യാതപമേറ്റ് 497 പശുക്കൾ ചത്തുവെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. ഇതോടെ ദിനംപ്രതിയുള്ള പാലുൽപാദനത്തിലും ഇടിവ് സംഭവിച്ചു. കാലികളെ പകൽ 11 മണിക്കും 3 മണിക്കുമിടയിൽ തുറസായ സ്ഥലത്ത് മേയാൻ വിടരുതെന്നും മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകി. പശുക്കളെ നഷ്ടമായ ക്ഷീരകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു. പുതിയ സമയക്രമമനുസരിച്ച് രാവിലെ 8 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയുമാകും റേഷൻ കടകൾ പ്രവർത്തിക്കുക. കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത ഉള്ളതിനാൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും റെഡ് അലേർട്ട് തുടരും. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. വർക്കല ഏണിക്കൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ +2 വിദ്യാർത്ഥിയെ തിരയിൽപ്പെട്ട് കാണാതായി. ചെറുനിയർ സ്വദേശി സുനിലിന്റെയും മായുയുടെയും മകൻ അശ്വിനെയാണ് കാണാതായത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിച്ച ശേഷം കടലിൽ കുളിക്കുമ്പോഴാണ് തിരയിൽപ്പെട്ടത്. കൂട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും അശ്വിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോസ്റ്റൽ പോലീസും ലൈഫ് ഗാർഡുകളും ടൂറിസം പോലീസും ഫയർഫോഴ്സും രാത്രി വൈകിയും തെരച്ചിൽ തുടർന്നു. BPM മോഡൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് അശ്വിൻ. തമിഴ്നാട്ടിലും ചൂടേറുകയാണ്. 7 ജില്ലകളിൽ 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നീലഗിരി, മസന്നഗുഡിയിൽ ചൂടിനെ തുടർന്ന് 20 പശുക്കൾ ചത്തു. കനത്ത ചൂടിന് ആശ്വാസമായി വെല്ലൂരിൽ ആലിപ്പുഴ വർഷത്തോടെ ശക്തമായ മഴ പെയ്തു. ചുട്ടുപൊള്ളുകയാണ് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകൾ. കൃഷ്ണഗിരി, ധർമ്മപുരി, കള്ളാക്കുറിച്ചി, പെരമ്പലൂർ, കരൂർ, ഈറോഡ്, നാമക്കൽ ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുകയാണ്.
കരൂർ പരമിതിയിലാണ് കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് 44.3 ഡിഗ്രി സെൽഷ്യസ്. 40 ഡിഗ്രിക്ക് മുകളിലാണ് ഭൂരിഭാഗം ജില്ലകളുടെയും ചൂട്. ചെന്നൈ എയർപോർട്ട് മേഖലയിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചൂടിനെ തുടർന്ന് നീലഗിരി മസിനഗുഡിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസത്തിനിടെ 20 പശുക്കൾ ചത്തു. സംസ്കരിക്കാൻ ഇടമില്ലാത്തതിനാൽ കർഷകർ പശുക്കളുടെ ജഡം ഉപയോഗശൂന്യമായ ക്വാറിയിൽ തള്ളി. പച്ചപ്പുല്ലും വെള്ളവും ലഭിക്കാത്തതാണ് പശുക്കൾ ചാകാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. അതിനിടെ കടുത്ത ചൂടിന് ശമനമായി വെല്ലൂരിൽ ആലിപ്പഴ വർഷത്തോടെ ശക്തമായ മഴ പെയ്തു. ജില്ലയിൽ 43.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരുന്നത്. വൈകിട്ടും രാത്രിയിലുമായാണ് ഗുഡിയാത്തം മേഖലയിൽ ശക്തമായ മഴ പെയ്തത്. കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 ചെന്നൈ. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലെത്തിയതോടെ KSEB പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തി. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ രാത്രി 7-നും പുലർച്ചെ 1 മണിക്കുമിടയിൽ നിയന്ത്രണമുണ്ടാകും. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ KSEB മാർഗനിർദ്ദേശം പുറത്തിറക്കി. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്നും ബദൽ നിയന്ത്രണങ്ങൾ മതിയെന്നുമുള്ള തീരുമാനമെടുത്തത്. പിന്നാലെ വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് സർവ്വകാല റെക്കോർഡുണ്ടായി. ഇന്നലെ ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. ഇതോടെയാണ് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം KSEB തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 7-നും പുലർച്ചെ 1 മണിക്കുമിടയിലാണ് വൈദ്യുതി മുടങ്ങുക. പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണമെന്നാണ് പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. മണ്ണാർക്കാട്, അലനല്ലൂർ, കൊപ്പം, ഷൊർണൂർ, ഒറ്റപ്പാലം, ആറങ്ങോട്ടുര, പട്ടാമ്പി, കൂറ്റനാട്, പത്തിരിപ്പാല, കൊല്ലങ്കോട്, ചിറ്റൂർ, വടക്കാഞ്ചേരി, കൊടുവായൂർ, നെന്മാറ, ഒലവക്കോട് സബ്സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി സബ്സ്റ്റേഷനുകളിൽ നിന്ന് പുറപ്പെടുന്ന 11 kV ലൈനുകളിലും നിയന്ത്രണത്തിന് സാധ്യതയുണ്ട്. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ KSEB വീണ്ടും മാർഗനിർദ്ദേശം പുറത്തിറക്കി. രാത്രി 10 മുതൽ പുലർച്ചെ 2 മണി വരെയാണ് വൈദ്യുതി ക്രമീകരണം വരുത്തേണ്ടത്. രാത്രി 9-ന് ശേഷം അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുത്. വീടുകളിൽ AC 26 ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കണം. 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തി വീണ്ടും KSEB സർക്കാരിന് റിപ്പോർട്ട് നൽകും. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. അവസാന നിമിഷം വരെ നീണ്ട സസ്പെൻസിന് വിരാമമിട്ട റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകി. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവർക്കൊപ്പം വൻ റോഡ് ഷോയോടെയാണ് പത്രിക നൽകിയത്. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ പത്രിക നൽകി. രാഹുലിനെ പരിഹസിച്ച് BJPയും വിമർശിച്ച LDFും രംഗത്തെത്തി. ഒട്ടേറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2004 മുതൽ സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽ ഗാന്ധി മത്സരിക്കും. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവർക്കൊപ്പം വൻ റോഡ് ഷോയോടെയാണ് രാഹുൽ പത്രിക സമർപ്പിച്ചത്. അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. രാഹുൽ 2 സീറ്റുകളിലും ജയിച്ചാൽ ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഞങ്ങൾക്ക് രണ്ടും, വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും. ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചത് തെറ്റാണെന്ന കോൺഗ്രസിന്റെ തിരിച്ചറിവിനെ അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റായ്ബറേലിയിൽ CPI രാഹുലിനെ പിന്തുണയ്ക്കുമെന്നും അറിയിച്ചു. ഞങ്ങൾ റായ്ബറേലിയിൽ BJPക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പിന്താങ്ങും. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഞങ്ങൾക്കെതിരെ ലെറ്ററിനെതിരെ മത്സരിപ്പിക്കാൻ വേഷം കെട്ടിച്ചു. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വയനാട്ടിലെ ജനങ്ങളോടുള്ള നീതികേടെന്ന് CPI നേതാവും വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയുമായ ആനി രാജ കുറ്റപ്പെടുത്തി. 24 ഡൽഹി.
ലൈംഗിക പീഡന ആരോപണത്തിൽ പ്രതികരണവുമായി പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്നും ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും ആനന്ദബോസ് പറഞ്ഞു. സ്ത്രീക്കെതിരെ ഗവർണർ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. പീഡന പരാതി അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. രാജ്ഭവനിൽ ഇന്നലെ എത്തിയ സ്ത്രീയെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് MP സാഗരിക ഘോഷിന്റെ ആരോപണം. വിഷയത്തിൽ ആനന്ദബോസ് പ്രതികരണവുമായി രംഗത്തെത്തി. ബംഗാളിൽ ഞാൻ ചാർജ് എടുത്തപ്പോൾ ഇതൊരു പൂമത്തയല്ല എന്നെനിക്ക് നന്നായി അറിയാമായിരുന്നു. ഏതായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു രീതിയിലും തലകുനിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. തന്റെ സർക്കാരാണ് ബംഗാളിൽ ഉള്ളതെന്നും സർക്കാരിനെ നേരായ ദിശയിൽ നയിക്കുകയാണ് ഉത്തരവാദിത്തമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോരും ഉടലെടുത്തു. മമതാ ബാനർജി സർക്കാർ എല്ലാത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് BJP നേതാവ് അഗ്നിമിത്ര പോൾ വിമർശിച്ചു. ആരോപണത്തിന് പിന്നാലെ ഗവർണർ രാജ്ഭവൻ പരിസരത്ത് പോലീസിന്റെ പ്രവേശനം നിരോധിച്ചു. 24 ഡൽഹി. JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. മൈസൂരു KR നഗർ പോലീസ് കേസെടുത്തു. വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രജ്വലിന്റെ പിതാവും മുൻ മന്ത്രിയുമായ HD രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെ രേവണ്ണയ്ക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ജർമ്മനിയിൽ ഒളിവിൽ കഴിയുന്ന JDS നേതാവും ഹാസൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് കുരുക്കു മുറുകുകയാണ്. പ്രത്യേക സംഘം അന്വേഷിക്കുന്ന കേസിന് പുറമെ മൈസൂരു സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. പ്രജ്വൽ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. യുവതിയുടെ മൊഴി മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്തി. വീട്ടുജോലിക്കാരുടെ പരാതിയിലെടുത്ത കേസിൽ പ്രജ്വലിന്റെ പിതാവും മുൻ മന്ത്രിയുമായ HD രേവണ്ണ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ബംഗളൂരുവിലെ പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി തള്ളി. ഇതിന് പിന്നാലെ അന്വേഷണ സംഘം HD രേവണ്ണയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാത്തതിനെ തുടർന്നാണ് നടപടി. മകൻ പ്രജ്വൽ രേവണ്ണയ്ക്കായി നേരത്തെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. കേസിൽ രാഷ്ട്രീയ വിവാദവും തുടരുകയാണ്. പ്രജ്വലിനെതിരായ കേസ് BJPയുടെ വിഷയമല്ലെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി 24നോട് പറഞ്ഞു. പ്രജ്വൽ രേവണ്ണ കേസ് that was any effect in the Karnataka election? No, not at all, because it is a different party, ours is a different party. Not at all. കേസ് പ്രചാരണായുധമാക്കിയ കോൺഗ്രസ് NDA സഖ്യത്തിനെതിരെ പ്രത്യേക ക്യാമ്പയിൻ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ലെങ്കിലും കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 24 ബംഗളൂരു. കൊല്ലം കണ്ണനല്ലൂർ മുട്ടക്കാവിൽ 3 പേർ കുണ്ടുമണാറ്റിലെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി സബീർ, സുമയ്യ, സജീന എന്നിവരാണ് മരിച്ചത്. കുളിക്കാനിറങ്ങിയ സജീന ചെളിയിൽ മുങ്ങിത്താഴുന്നത് കണ്ട് രക്ഷിക്കാനിറങ്ങിയ സബീറും വെള്ളക്കെട്ടിൽ അകപ്പെടുകയായിരുന്നു. ഒരാഴ്ച മുൻപാണ് സബീർ വാടകയ്ക്ക് താമസിക്കാൻ മുട്ടക്കാവിലെത്തിയത്. പള്ളിത്തോട്ടത്ത് താമസിക്കുന്ന വള്ളികുന്നം സ്വദേശിയായ സജീന വാടക വീട് കാണാനെത്തിയതായിരുന്നു. മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തു. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.